അപ്പോൾ ഡിഗ്രി പ്രിലിംസ് 2ാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈനൽ റിവിഷനിലാണെന്ന് അറിയാം. അപ്പോൾ ഉറപ്പായിട്ട് നോക്കിയിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ്, അതായത് 1ാം ഘട്ട പരീക്ഷയിലെ സിലബസിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ PSC ഈ അടുത്ത കാലത്ത് നടത്തിയ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വെച്ചിട്ട് നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടേ ഒന്ന് റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും ഒന്നുകൂടി ഒന്ന് നോക്കി ഉറപ്പിക്കേണ്ട കുറച്ച് ടോപ്പിക്സാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി നാളെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ. ടെൻഷനൊന്നും വേണ്ട. ഹോൾ ടിക്കറ്റും പേനയും അതുപോലെ ID പ്രൂഫ് എല്ലാം ഇന്ന് രാത്രി തന്നെ എടുത്തു വെച്ചിട്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കാം. രാവിലെ അല്ലെങ്കിൽ പോകുന്ന ധൃതിയിൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകാം. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നാളെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ എടുത്ത് സെറ്റായി ഇരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റാങ്ക് ഫയലിലോ എന്തെങ്കിലും മാർക്ക് ചെയ്തിടാം. ഞാൻ ടോപ്പിക്സ് പറയാം. ആദ്യത്തെ ടോപ്പിക്ക് 2011 സെൻസസ്. 2011 സെൻസസ് നിങ്ങൾ ഒന്നെടുത്ത് റിവൈസ് ചെയ്തോളൂ. ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കാണ്. രണ്ടാമത്തേത് GST ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ആ ക്ലാസ് പോയി കണ്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ മറ്റു സോഴ്സുകളിൽ നിന്ന് അതൊന്ന് ജസ്റ്റ് എടുത്ത് വായിച്ചു വെച്ചേക്കാം. GST. പിന്നെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RBIയുടെ ധർമ്മങ്ങൾ, ആ കാര്യങ്ങളെല്ലാം SCERT പാഠപുസ്തകങ്ങളും കൂടി ബേസ് ചെയ്തിട്ട് നോക്കാം. ഈ പറയുന്ന ടോപ്പിക് എല്ലാം SCERTയിൽ ഉള്ള ടോപ്പിക് ആണെങ്കിൽ അതുകൂടി നോക്കി ഒന്ന് റിവൈസ് ചെയ്തോണേ. ലാസ്റ്റ് മിനിറ്റ്. പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, എക്സാമ്പിൾ അടക്കം. എക്സാമ്പിൾ മാത്രം പോരാ, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, നികുതി വഹിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അങ്ങനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതുപോലെ ഏതൊക്കെ നികുതി ഇൻഡയറക്റ്റ് വരുന്നു, ഡയറക്റ്റ് വരുന്നു, ആ ഭാഗങ്ങളും നോക്കി വയ്ക്കാം. നമ്മുടെ SCERTയിൽ കേന്ദ്രം ചുമത്തുന്ന നികുതി, സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതി, അങ്ങനെ സെപ്പറേറ്റ് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് എടുത്ത് റിവൈസ് ചെയ്തോളാം. ഇനി 5 ഇയർ പ്ലാൻസ്. 5 ഇയർ പ്ലാൻസ്, ഓരോ 5 ഇയർ പ്ലാൻസിൻ്റെയും ലക്ഷ്യങ്ങൾ. 5 ഇയർ പ്ലാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലക്ഷ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു 5 ഇയർ പ്ലാൻ തന്നതിന് ശേഷം അതിൻ്റെ പ്രത്യേകതകൾ ഇതിൽ വരുന്ന താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ, 1ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ SCERTയിൽ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതും വായിക്കണം. അത് നമ്മൾ ഓൾറെഡി റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. റിലേറ്റഡ് ഫാക്ട്സ് ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടേക്കാം. അതിലും ഞാൻ ഈ ടേബിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ടേബിൾ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ SCERT പാഠപുസ്തകത്തിലെ 5 ഇയർ പ്ലാൻസ്, അതായത് 5 ഇയർ പ്ലാൻ, ഇപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി, അതിൻ്റെ കാലയളവ് ഏത് മുതൽ ഏത് വർഷമാണ്, അത് പ്രാധാന്യം നൽകിയ മേഖല ഏതാണ്, ആ വക കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കാനുള്ളത് ലോക്പാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ലോക്പാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വിവരാവകാശ നിയമം ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ മോക്ക് ടെസ്റ്റും ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണുക. പിന്നെ വിവരാവകാശ കമ്മീഷൻ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ വിവരാവകാശ നിയമം പഠിക്കുമ്പോൾ വിവരാവകാശ കമ്മീഷനും കൂടി ബേസ് ചെയ്തിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ അമെൻമെന്റ്സിലെയും ഭേദഗതികളിൽ 42ാമത്തെ അമെൻമെന്റും 44ാമത്തെ അമെൻമെന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. അതിലെ എല്ലാ പോയിന്റ്സും, മാക്സിമം പോയിന്റ്സ് നിങ്ങൾ വായിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി എടുത്ത് റിവൈസ് ചെയ്യാം. 42ാമത്തെ അമെൻമെന്റും 44ാമത്തെ അമെൻമെന്റും. പിന്നെ അത് കഴിഞ്ഞ് നോക്കാനുള്ളത് ധനകാര്യ കമ്മീഷനാണ്, ഫിനാൻസ് കമ്മീഷൻ. അത് നമ്മൾ ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ട് റിവൈസ് ചെയ്താൽ മതി. ഇപ്പം സ്പീഡിലിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുന്നതാണെങ്കിൽ PD ഒന്ന് സ്പീഡിലിട്ട് കണ്ട് റിവൈസ് ചെയ്ത് തീർത്താൽ മതി. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നും അല്ലെങ്കിൽ ദേശീയ പുരസ്കാരം നേടിയ മലയാളികളില്ലേ, മികച്ച നടൻ, മികച്ച സംവിധായകൻ, മികച്ച ചിത്രം, മലയാളത്തിൽ നിന്നും ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മികച്ച നടനുള്ള പുരസ്കാരം, മികച്ച നടിക്കുള്ള പുരസ്കാരം, മികച്ച സംവിധായകനുള്ള പുരസ്കാരം, മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം, അത് ആദ്യം മുതലുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണേ, ഒന്ന് ജസ്റ്റ് ഇതെടുത്ത് നോക്കിയേക്കാം. ഇനി തൂലികാനാമം, മലയാള സാഹിത്യത്തിലെ എഴുത്തുകാരും തൂലികാനാമവും ഇമ്പോർട്ടൻ്റ് ആണ്. തൂലികാനാമം ഒന്ന് നോക്കാം. പിന്നെ അവസാനത്തത് സൈബർ ലോ ഓരോ സെക്ഷനായിട്ട് സൈബർ ലോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഫൈനൽ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പിന്നെ 1-2 കാര്യം വിട്ടുപോയല്ലോ. നവോത്ഥാന നായകരും സംഘടനകളും, അത് കേരളത്തിൽ നിന്നുള്ള നവോത്ഥാന നായകരും അവരുടെ സംഘടനകളും, പിന്നെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരെ രൂപീകരിച്ച സംഘടനകൾ, ഓരോ സംഘടനകളുമായിട്ട് ബന്ധമുള്ള വ്യക്തികൾ,
അവരുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1-2 ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കിയിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് എഴുതി വെച്ചേക്കുന്നത്. കൂളായിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ 100-ൽ 100 മാർക്കൊന്നും പ്രിലിംസിന് വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊന്ന് മനസ്സിൽ കാണുക. അതായത് എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്ത് മാർക്ക് വാങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 100% കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെഗറ്റീവ് അടിച്ച് ഉള്ള മാർക്ക് കളഞ്ഞിട്ട് വരരുത്. നിങ്ങൾ പഠിച്ചിട്ട് പോയ മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി വെക്കുക. ഞാൻ നെഗറ്റീവ് അടിക്കില്ല എന്ന് തന്നെ വിചാരിക്കുക. ആ അവസാനത്തെ 15 മിനിറ്റില്ലേ, ആ മിനിറ്റിൽ നിങ്ങൾ പേന, അറിയാത്ത സാധനമാണെങ്കിൽ പേന കൈകൊണ്ട് തൊടരുത്. ജസ്റ്റ് നോക്കുക. ഈ ബബിള് OMR ഷീറ്റിലെ ബബിൾസ് ഇങ്ങനെ ഇല്ലാത്ത പോർഷൻ കാണുമ്പോൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാനുള്ള ടെൻഡൻസി അവസാന നിമിഷം ഉണ്ടാവും. ആൻസേഴ്സ് ഒക്കെ എണ്ണി നോക്കി എത്ര എണ്ണം ആയി, അടുത്തിരിക്കുന്ന ആളെ നോക്കും, അയാളെ കൂടുതൽ എഴുതിയിട്ടുണ്ടോ, അങ്ങനെയും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ കുറച്ച് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ എത്രയായാലും നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് പോകണ്ട. അതായത് നെഗറ്റീവ് അടിക്കരുത്. നമ്മുടെ ഉള്ള മാർക്ക് കളഞ്ഞിട്ട് വരരുത്. പിന്നെ വീട്ടിൽ വന്നിട്ട് അയ്യോ ഇതെനിക്കറിയായിരുന്നു, അയ്യോ ഇതായിരുന്നല്ലേ ഉത്തരം, എഴുതണ്ടായിരുന്നു, അങ്ങനെ ഒരു പശ്ചാത്താപം പാടില്ല. അതാണ് നേരത്തെ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. പ്രാർത്ഥിച്ചിട്ട് പോവാം. നേരത്തെ ഇറങ്ങാം, വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങാം. പിന്നെ സെൻറ്ററിൽ എത്തിയിട്ട് പഠിക്കാനുള്ളത് എടുത്തു വെച്ച്, റിവൈസ് ചെയ്യാനുള്ളത് എടുത്തു വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ അവസാന നിമിഷം പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നേക്കാളും പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പ്രാർത്ഥന ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിലൂടെ കയറി ജോയിൻ ചെയ്തേക്കാം. ക്വസ്റ്റ്യൻസും പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റർ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനത് ഇടാറുണ്ട്. കയറി ജോയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്